ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് പെരുന്തേനരുവിയിലേക്കാണ്. പെരുന്തേനരുവിയെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ സിനിമയിലൊക്കെ ധാരാളം പാട്ടിലൂടെയും ഒക്കെ കണ്ടിട്ടുള്ള ഒരു പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ എന്ന സ്ഥലത്താണ്. ചാക്കപ്പാലം ഗൈസ്. മഴക്കോളുണ്ട്. IOC ആകുമ്പോൾ പോയിന്റ് കിട്ടും, വെറുതെ വേറെ കമ്പ്ലീറ്റ് ഇനി അടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് ഗൈസ് റാന്നി പാലം. പഴയ പാലവും പുതിയ പാലവും ഒക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങളിപ്പോൾ ഉള്ളത് പത്തനംതിട്ടയിലെ റാന്നി എന്ന സ്ഥലത്താണ്. റാന്നി എരുമേലി റോഡാണ്. ഇവിടെ നല്ല മഴയാണ് ഗൈസ്. മഴയെന്ന് പറഞ്ഞിട്ട് ജോസ്മാൻ സാറ്റിസ്ഫൈഡ് ആണോ? അങ്ങനെ നമ്മളിപ്പോൾ വെച്ചൂച്ചിറയിലേക്ക് കയറുന്നു ഗൈസ്. എന്തായാലും ഇതൊന്ന് പോയി നോക്കിയിട്ട് വരാല്ലേ അവിടെ അല്ലേ? വെച്ചൂച്ചിറ അപ്പച്ചൻ്റെ റൂട്ടാണ്. മറ്റേത് എടാ, അത് ഈ ഫ്രണ്ടിലെ ഇതുണ്ടല്ലോ, ചെളി ഇങ്ങോട്ട് പുറകിലോട്ട് അടിക്കാതിരിക്കാനുള്ള ഇച്ചിരി തള്ളിയുള്ള കാണാമായിരുന്നു. ഹലോ ഗൈസ്, നമ്മളപ്പോ മൂഞ്ചക്കായം റോഡ് റാന്നിയിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു റോഡ് തന്നെയാണ്. നല്ല ശുദ്ധമായ മഴവെള്ളം വീഴുന്നുണ്ട് ഗൈസ്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കുളിർത്ത ജോസ്മോൻ. റബ്ബർ കണ്ടോ? റബ്ബർ ഇതെല്ലാം വെച്ച് റബ്ബർ ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചെങ്കിലും ഇപ്പോൾ വയനാട് പോയി റബ്ബറും ഉണ്ടോ അതുമില്ല, വെട്ടാനും ഉണ്ടോ അതുമില്ല. ഗൈസ് നിങ്ങൾക്ക് കാണാം, വളരെ സ്മൂത്തായി വാഹനം ഓടിക്കുന്ന ജോസ്മോന്റെ ഡ്രൈവിംഗ് സ്കിൽസ് ആണ്. ചെരുപ്പ് നല്ല ശുദ്ധമായ പോളിഷ് കൊണ്ട് തേച്ച ചെരുപ്പാണത്. കളിയാക്കടാ, നീയൊക്കെ കളിയാക്കടാ. ശുദ്ധമായ നെയ്ന്ന് പറഞ്ഞില്ലല്ലോ ഇന്നലെ? പറഞ്ഞായിരുന്നു. ആ ശരിയാണല്ലോ, പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഒരു സ്കൂട്ടർ പോന്നു, അതിൻ്റെ കൂടെ ഞങ്ങളുടെ ഇന്നോവ പോന്നു. വെള്ളം വരുന്നുണ്ടോ നോക്കി? ഇതുപോലെ വെള്ളം മൂലയിൽ ഒലിച്ചു വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്കി, പോലീസ് ഉണ്ടോ? മഴ പെയ്ത് പോകുന്ന വെള്ളത്തിന്റെ ആ പോലീസ് ഉണ്ടല്ലേ? നോക്കല് എന്താ, മരമൊന്നുമില്ല, എല്ലാം വെട്ടിത്തെളിച്ചിട്ടേക്കുക. ഇങ്ങനത്തെ മരങ്ങളാണ് ഇരിക്കുന്നത്. കണ്ടില്ല, ഒന്നുമില്ല. ഇങ്ങനെ മരങ്ങൾ പോകുന്നിടത്തുനിന്ന് ആ പെട്ടെന്നിന് വെള്ളം പിടിച്ച് നിർത്താനുള്ള മരങ്ങൾ പോയി. അത് അടുപ്പുങ്കരയിൽ ആരോ പുകയടി എല്ലാം തോന്നുന്നു. മഞ്ഞാടാ. ലെഫ്റ്റ് അങ്ങനെ നമ്മൾ പെരുന്തേനരുവി റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററാണ് പെരുന്തേനരുവി വരെ പോകാനുള്ളത്. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നല്ല വെള്ളമൊക്കെ ഉണ്ട് റോഡിൽ. അങ്ങനെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഗ്രാമത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1 കിലോമീറ്റർ കൂടെ ഉണ്ട് നമുക്ക് പെരുന്തേനരുവി എത്താൻ. ഈ അരുവിയിൽ ഞാൻ എൻ്റെ ഒരു 6-7 വയസ്സുള്ള കാലഘട്ടത്തിൽ ഞാനിവിടെ പോയിട്ടേ ഉള്ളൂ. ആഫ്റ്റർ ലോങ് ഇയേഴ്സ്
ഞാൻ വീണ്ടും പെരുന്തേനരുവി കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങളും നീ അതിന് കൊച്ചിലെ വന്നിട്ടില്ല പൊടികള്ളി. ഞാൻ ആദ്യമായിട്ടാ വരുന്നത്. ഞാൻ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട് ഗൈസ്, പക്ഷേ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ടാണ് ഞാനും വരുന്നത്. അന്ന് അവിടെ വെച്ച് ചെറിയ അവരുടെ വീട്ടിൽ നിന്ന് നടന്നാ ഇവിടെ വന്ന് കുളിക്കാൻ കണ്ടു പോയിട്ടുള്ളത്. നീ ഇറങ്ങിക്കാണോ? ഇറങ്ങി ഇവിടോട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ പെരുന്തേനരുവിയിലെ തടയണ. നിങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ ഇരമ്പൽ കേൾക്കാൻ തന്നെ സാധിക്കും. ഇപ്പോൾ നല്ല മഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ചെറിയ ചാറ്റമഴയുണ്ട്. നല്ല പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു അരുവിയാണ്. നിങ്ങൾ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ പെരുന്തേനരുവിയിലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയം. എത്ര രൂപയടി ആണോ? 5 ടൺ കൂടുതലുള്ള വാഹനങ്ങൾക്ക് ഡാമിന്റെ മുകളിലൂടെ പ്രവേശനം കർശനമായി നിരോധിച്ചു. പോവാം. ഒരു മുട്ടായി പൊട്ടിച്ചേടി വണ്ടി പോവാം. ഡാമിന്റെ മുകളിൽ കൂടെ പോവാൻ മതി. അങ്ങനെ നമ്മളിപ്പോൾ പെരുന്തേനരുവി ഡാമിന് മുകളിലെത്തിയിട്ടുണ്ട് ഗൈസ്. 5 ടൺ വെയിറ്റിന് കൂടുതലുള്ള വാഹനങ്ങൾ ഈ പാലത്തിന് കൂടെ അലൗ ചെയ്യുന്നില്ല. ചെറിയ വാഹനങ്ങൾക്കൊക്കെ പോകാൻ പറ്റും. ഇറങ്ങി നിന്നെടുക്കണമായിരുന്നു. കുട എടുത്തോണ്ട് വരാമല്ലോ. അവിടെ കൊണ്ട് വണ്ടി നിർത്തി നിർത്തണം. ഇവിടെ ഇവിടെ താഴെ നിർത്തണം. താഴോട്ട് എവിടെയെങ്കിലും ഒതുക്കാൻ സ്ഥലത്ത് അവിടെ സ്ഥലമുണ്ട്. പെയ്യെ അടച്ചേ. ഇവിടെ നിർത്തിയിട്ടുണ്ട്. ആ വ്യൂ ഇടാണ്. ഞാൻ അവിടെ നിന്നോടെ കറങ്ങി വന്നാലോ വണ്ടി പിന്നെ ഇവിടെ നിർത്തിയിട്ട് ഞാനപ്പോൾ ആലോചിക്കും എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മൾ ടി വി എടുക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നിങ്ങൾ കാണുന്ന പെരുന്തേനരുവിയിലെ ആ ഡാം. ഈ പാലത്തിലൂടെ നമുക്ക് ഏകദേശം ഒരു 5 ടണ്ണിന് താഴെയുള്ള വാഹനങ്ങൾ മാത്രമേ ഇവിടെ അലോ ചെയ്യുന്നുള്ളൂ. കഴിക്കാൻ പോകാം. നിനക്ക് എന്താണെന്ന് വെച്ചാൽ പറയടി. ഇതാണ് നമ്മൾ കാണുന്ന പെരുന്തേനരുവിയിലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയം. ഇവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് ഈ വെള്ളം ഇതുവഴി നമ്മുടെ തോട് പോലെ റെഡിയാക്കിയിട്ടുണ്ട്. അത് നേരെ വീണ്ടും ഈ പെരുന്തേനരുവിയിലേക്ക് തന്നെ വന്ന് ചാടും. പമ്പിങ്ങിൻ്റെ യൂണിറ്റാണ്. അതിനകത്തുനിന്ന് മറ്റേ വെള്ളം ചെയ്തു അതിനകത്ത് ചെന്ന് കറക്കി അടിച്ചിട്ട് വീണ്ടും ഈ അതിനകത്തൂടെ പോകും. പൈപ്പ് വഴി കയറ്റി പോകണം. ഇതാണ് മറ്റേ കനാല്. വെള്ളം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് തിരിച്ചു പോകുന്നതാണ് ഇതുവഴി. മറ്റേ ഡാമുകളൊന്നും ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാവും. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ലക്ഷ്മിച്ചിറയിലുള്ള
പെരുന്തേനരുവി എന്ന സ്ഥലത്തെ ഡാമിലാണ്. അത് പറയുമ്പോൾ വലിയ ഡാമല്ല, എന്നാലും ചെറിയൊരു വൈദ്യുതി നിലയം തന്നെയാണ് ഇവിടെ ഉള്ളത്. അതാണ് നിങ്ങൾക്ക് ഈ പുറയിൽ കാണുന്ന സംഭവം. ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി മഴ പെയ്ത് നിൽക്കുന്നുണ്ട്. നല്ല പരിച്ചായിട്ട് നമ്മുടെ തിരുമല് പോലെ അവിടെ നിന്ന് ഇങ്ങനെ അതിൻ്റെ അടിയിലെ പത്ത് ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് അയച്ച് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.